ഏപ്രിൽ 17 പെസഹ വ്യാഴാഴ്ച. ഇന്ന് നമ്മൾ സഭാവർഷത്തിലെ ഏറ്റവും പരിപാവനങ്ങളായ പെസഹ ത്രിദിനം ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ പീഡാനുഭവം, മരണം, പുനരുദ്ധാനം എന്നിവയാൽ മനുഷ്യവംശത്തെ വീണ്ടും സമ്പൂർണ്ണമാക്കുന്നതിൻ്റെ വിശുദ്ധ ദിനങ്ങളാണിവ. പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും നമുക്ക് നഷ്ടപ്പെട്ട ബന്ധം അവൻ തിരിച്ചു പിടിക്കുന്നു. നമ്മെ വേർപെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നും പരസ്പരം നമ്മിൽ നിന്ന് തന്നെയും വേർപെടുത്തുന്ന കാര്യങ്ങളും കുരിശിലെ മരണത്തിലൂടെയും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിലൂടെയും വീണ്ടും ഒന്നിച്ചു ചേർക്കുന്നു. സഭാവർഷത്തിലെ മറ്റ് ആരാധനാ ക്രമം പോലെയല്ല ഇന്നത്തെ ദിനം. ഇത് ഒരു തിരഞ്ഞെടുപ്പാണ്, സ്നേഹത്താലുള്ള തിരഞ്ഞെടുപ്പ്. നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും കൂടുതൽ യഥാർത്ഥവും ശാരീരികവുമായ ഒരു തിരഞ്ഞെടുപ്പാണ്. മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ വരുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, തുടർന്ന് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണത്തിന് പോകുന്നു. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നതിൻ്റെ വെല്ലുവിളി, അതിൻ്റെ അപകട സാധ്യത, അതിലൂടെ ഉണ്ടാകുന്ന അടുപ്പം എന്നിവ നമുക്ക് എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ല. ഈ രാത്രി വ്യത്യസ്തമാണ്. ഇവിടെ ശരീരവും രക്തവും മാത്രമല്ല, പിന്നെയോ കാലുകളും ഉണ്ടാകും. ഇന്ന് രാത്രി യേശു അപ്പത്തിലും വീഞ്ഞിലും കാൽ കഴുക ശുശ്രൂഷയിലോടും കൂടെ തൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അവൻ്റെ മാതൃകയിലൂടെയും കൽപ്പനയിലൂടെയും നാം മറ്റൊരാളുടെ ചെരിപ്പുകൾ നീക്കം ചെയ്യണം. എന്നിട്ട് അവരുടെ കാലുകൾ, അവരുടെ ജീവൻ നമ്മുടെ കൈകളിൽ സ്വീകരിക്കണം. അത് കഴുകി ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പും നീക്കം ചെയ്യുന്നു. നമ്മുടെ കാലുകളും നമ്മുടെ ജീവനും മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ വഴി. ഇതാണ് സ്നേഹത്തിൻ്റെ വഴി. ഈ രാത്രി മാത്രമല്ല, എല്ലാ ദിവസവും, എല്ലാ രാത്രിയും, ആരാധനയുടെ സമയത്ത് മാത്രമല്ല, ലോകത്തിലെപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു തിരഞ്ഞെടുപ്പാണിതാണ്. യേശു നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ചിലരെ മാത്രമല്ല, എല്ലാവരെയും. ഇതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. നമുക്കിഷ്ടമുള്ളവരെ, അർഹരാണെന്ന് നമ്മൾ കരുതുന്നവരെ, നമുക്ക് നല്ല വികാരങ്ങളുള്ളവരെ, നമ്മെപ്പോലെ ചിന്തിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ മാത്രം സ്നേഹിക്കാൻ ഇനി നമുക്ക് സാധിക്കില്ല. ഒന്നുകിൽ എല്ലാവരെയും, അല്ലെങ്കിൽ ആരെയുമില്ല. നാം എല്ലാവരെയും സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെയും സ്നേഹിക്കുന്നില്ല. യേശുവിനോടുള്ള സ്നേഹം വികാരങ്ങളെ കുറിച്ചല്ല, മറിച്ച് ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്, ഒരു ഡിസിഷനാണ്. യേശുവിൻ്റെ പഠിപ്പിക്കലിൽ നിങ്ങളുടെ പാദങ്ങൾ എവിടെയായിരുന്നാലും അത് അവിടേക്ക് പോകുന്നു എന്നത്, അവിടെ അത് ഏത് സ്ഥലത്ത് പോയി എന്ന് പരിഗണിക്കാതെ നിങ്ങൾ കഴുകപ്പെടും. അതാണ് അവൻ തൻ്റെ ശിഷ്യന്മാർക്കും നമുക്ക് മുന്നിൽ വയ്ക്കുന്ന മാതൃകയും കൽപ്പനയും. ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് യൂദാസിനെയാണ്. അവൻ നമ്മിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവനും രാത്രി നടക്കുന്നവനും ഒറ്റിക്കൊടുക്കുന്നവനുമാണ്. എന്നാൽ അവനാണ് നമ്മുടെ ആദ്യ തിരഞ്ഞെടുപ്പ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യൂദാസെങ്കിലും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു യൂദാസായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ നമുക്ക് നമ്മെ തന്നെ യൂദാസായി കരുതേണ്ടി വരും.
യേശുനാഥൻ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ആരാണ് നിങ്ങളുടെ യൂദാസ്? അവൻ്റെ പേര് പറയാമോ? അവനെ സ്നേഹിക്കാൻ തീരുമാനിക്കാമോ? യേശു നിങ്ങളെ സ്നേഹിച്ചതുപോലെ, നിങ്ങളുടെ കാലുകൾ കഴുകിയതുപോലെ അവൻ്റെ കാലുകൾ കഴുകാൻ നിങ്ങൾ തയ്യാറാണോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.